ആധുനിക ദമ്പതിമാർ സ്വപ്നം കാണുന്നത് ഉടനെ അല്ലെങ്കിൽ പിന്നീട് കുഞ്ഞിനെ ഗർഭം ധരിക്കണമെന്നാണ്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഗർഭധാരണത്തിന് മുൻപുള്ള കൗൺസിലിംഗും ഉപദേശങ്ങളുമെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന കാലഘട്ടമാണ്. കൗൺസിലിംഗിന് വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ദമ്പതിമാരോട് ഉപദേശിക്കാറുള്ളത് ഗർഭധാരണത്തിന് മുൻപായി വ്യക്തമായി പദ്ധതിയുണ്ടാക്കി ഗർഭധാരണം വിജയകരമാക്കണമെന്നാണ്. ഇതിൽ ഉൾപ്പെടുന്നത് ഭക്ഷണ ക്രമീകരണം, ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം, വ്യായാമം അഥവാ ഫിറ്റ്നസ് റെജിംസ്, ജനിതക ക്രമക്കേടുകളുടെ ചരിത്രമുണ്ടെങ്കിൽ ജനിതക പരിശോധന നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ പ്രസവത്തിന് മുൻപ് സ്ത്രീകൾ കഴിക്കേണ്ട പല വിറ്റാമിനുകളുമുണ്ട്. ഇതിൽ വാക്സിനുകളും ഉൾപ്പെടും. അണുബാധയുണ്ടെന്ന് പരിശോധന ഫലങ്ങളിൽ കണ്ടാൽ ഏറ്റവും ഒടുവിലായി ദുർശീലങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ രണ്ടുപേരും അത് ഉപേക്ഷിക്കണം. പ്രസവത്തിന് മുൻപ് കഴിക്കേണ്ട വിറ്റാമിനുകളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുക. ഇത് തുടങ്ങുന്നത് ഫോളിക് ആസിഡിൽ നിന്നാണ്. പ്രസവത്തിന് മുൻപ് എല്ലാ സ്ത്രീകൾക്കും വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാന പരിപൂരകം ഗർഭധാരണത്തിന് 6 മാസം മുമ്പ് തന്നെ തുടങ്ങണം. ഫോളിക് ആസിഡ് സപ്ലിമെന്റിനോടൊപ്പം സിങ്ക്, അയൺ, വിറ്റാമിൻ, കാൽഷ്യം തുടങ്ങിയവയും കഴിക്കാം. ഗർഭധാരണത്തിന് ഉത്തമമായ സമയം ഏതാണെന്ന് നിരവധി ദമ്പതിമാർ ചോദിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളത് ആർത്തവശേഷം 11-ാം ദിവസം തൊട്ട് 18-ാം ദിവസം വരെയുള്ള സമയം ഇതിനായി ശ്രമിച്ചാൽ വിജയകരമായിരിക്കും എന്നാണ്. ഇതിനെയാണ് ഞങ്ങൾ ആർത്തവ ചക്രത്തിലെ സുരക്ഷിതമല്ലാത്ത കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഇനി എന്തെങ്കിലും കൗൺസിലിംഗോ നിർദ്ദേശങ്ങളോ ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ദമ്പതികൾക്ക് വേണമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക.